ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ലൊക്കേഷൻ ചേഞ്ച് പോയ ശേഷം നിങ്ങൾ ഇടുന്ന വീഡിയോസിന് നിങ്ങൾ പ്രത്യേകം കീവേഡ്സും ടാഗ്സും ഒക്കെ നിങ്ങളുടെ ഹായ് ഗായ്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിൽ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. എനിക്ക് കിട്ടിയൊരു പണീനെ കുറിച്ചാണ് കേട്ടോ. ഇത് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചതേ ഇല്ല, പക്ഷേ ഞാൻ എന്താ പറയുക, നിർബന്ധിതയായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് നല്ലൊരു പണി കിട്ടി. ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരുപാടൊന്നും ആയിട്ടില്ല, എന്നാലും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് കിട്ടി വരുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു വീഡിയോ തന്നെ ഒരു 20,000 മേലെ വരെ പോയി നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. പിന്നൊരു വീഡിയോ ഒരു 7K കടന്നു. അങ്ങനെ ബാക്കി കുറച്ച് വീഡിയോസ് ഇങ്ങനെ 2,000 അങ്ങനെ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലായിരുന്നു കേട്ടോ. പെട്ടെന്നൊരു ദിവസം, ഇതപ്പോൾ 2 ദിവസം മുമ്പ് ഒരു പണി കിട്ടി. അതെന്താണെന്ന് മനസ്സിലായില്ല. ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ അത്യാവശ്യം നമുക്കൊരു കണക്ക് കൂട്ടലുണ്ടാവുമല്ലോ, ഇത്ര വ്യൂസ് ഇതിന് കിട്ടുന്നു. നമ്മൾ കിട്ടിയതിനെക്കാട്ടിലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം, എന്നാലും നമുക്കൊരു കണക്ക് കൂട്ടലുണ്ടാവും അല്ലേ. നമുക്കെന്നെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും ഏകദേശം നമ്മുടെ ഈ ഒരു കണ്ടന്റ് വെച്ചിട്ട് നമ്മുടെ ഈ വീഡിയോ എത്ര പോകുന്ന ഉള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റില്ലേ. അതേപോലെ ഒരു എസ്റ്റിമേഷനോട് കൂടെ തന്നെ ഞാനൊരു വീഡിയോ ഇട്ടു, എപ്പോഴും ഇടുന്ന പോലെ തന്നെ ഇട്ടു. പക്ഷേ ആ വീഡിയോ ഷോൺ ഇൻ ഫീഡ് സെക്ഷൻ, നമ്മൾ സ്റ്റുഡിയോയിൽ കയറിയിട്ട് നോക്കുമല്ലോ, യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറിയിട്ട് നമ്മുടെ ഇപ്പോൾ സാധാരണ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഷോൺ ഇൻ ഫീഡ് എന്ന് പറഞ്ഞിട്ട് 1 മിനിറ്റിൽ തന്നെ ആദ്യത്തെ 5 പേർക്ക് കാണിച്ചിട്ടുണ്ടാവും, പിന്നെ 10 പേർക്ക്, 25, 50 ഇങ്ങനെ മിനിറ്റുകൾക്കകം ഷോൺ ഇൻ ഫീഡ് സെക്ഷനിൽ ഇങ്ങനെ വന്ന് നിറയുമായിരുന്നു. അപ്പോൾ വ്യൂസ് നമുക്ക് ഇത് വെച്ച് നോക്കുമ്പോൾ വല്ല 25 കാണിച്ചിട്ടുണ്ടെങ്കിൽ വല്ല 5 പേരോ 6 പേരോ കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ഈ ഷോൺ ഇൻ ഫീഡ് സെക്ഷനിൽ ഇത് നമ്പർ കൂടുന്ന അനുസരിച്ചാണ് നമ്മുടെ ഇവിടെ വ്യൂസും കൂടുക. പക്ഷെ പെട്ടെന്നൊരു ദിവസം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇത് മിനിങ്ങാന്നാണ് കേട്ടോ ഉണ്ടായത്. മിനിങ്ങാന്ന് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ അത് ഏകദേശം എൻ്റെ ഒരു കണക്ക് കൂട്ടലിൽ മിനിമം ഒരു 1000K ഒരു 1-1.5 ദിവസം കൊണ്ട് എത്തേണ്ട ഒരു സംഭവമുള്ള വീഡിയോ ആണ്. പക്ഷേ അതിൽ കിട്ടിയ റീച്ച് വളരെ മോശമായിരുന്നു. എന്താണ് സംഭവം എന്ന് ഞാൻ തപ്പി നോക്കിയപ്പോഴുണ്ട്, ഷോർട്സ് ഫീഡിൽ ഇത് ആർക്കും തന്നെ പോയിട്ടില്ല. ഈവൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് പോലും എൻ്റെ ഇങ്ങനൊരു വീഡിയോ വന്നതായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോഴും അവർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല. എൻ്റെ അനിയത്തി ഉണ്ട്, എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, 2 പേരോട് ചോദിച്ചപ്പോഴും അവരും പറഞ്ഞു ചാനലിൽ പോയി അല്ലാതെ എൻ്റെ വീഡിയോസ് കാണാൻ ആർക്കും പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരെങ്ങനെ കാണും? സബ്സ്ക്രൈബ് ചെയ്യാത്ത എത്ര പേരുണ്ടാവും, അവരൊക്കെ എങ്ങനെ കാണും? ഒരു വഴിയുമില്ല. അപ്പോൾ ഇതെന്തായാലും ഫീഡിൽ തന്നെ പോകണം. അപ്പം ഞാൻ സ്റ്റുഡിയോയിൽ പോയി എല്ലാം എടുത്തു നോക്കിയപ്പോൾ ഷോർട്സ് ഫീഡിലാണ് നമ്മുടെ അധികം വ്യൂസ് വരേണ്ടത്. ഇത് നോക്കുമ്പോൾ ചാനൽ പേജസ്, എക്സ്റ്റേണൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 5ഉം 6ഉം ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. ഷോർട്സ് ഫീഡ് കിടക്കുന്നത് ഏറ്റവും ബോട്ടം, ഏറ്റവും താഴെയാണ്. മനസ്സിലായോ? അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, യൂട്യൂബ് എൻ്റെ വീഡിയോസ് ആർക്കും തന്നെ റെക്കമെൻഡ് ചെയ്യാതായിപ്പോയി. എനിക്കെന്താ സംഭവം എന്ന് ആദ്യം ഒന്നും മനസ്സിലായില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ എല്ലാം എടുത്ത് നോക്കി, സെറ്റിങ്സിൽ പോയി എന്തെങ്കിലും സെറ്റിങ്സ് ചേഞ്ചായി കിടക്കുന്നുണ്ടോ, ഞാൻ ബാക്കിയുള്ള വീഡിയോസ് വെച്ച് എൻ്റെ വീഡിയോസ് കമ്പയർ ചെയ്ത് നോക്കി, എന്തെങ്കിലും ടാഗ്സിലോ എന്തെങ്കിലും ഞാൻ വല്ല മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടോ നോക്കി. പക്ഷെ ഒന്നും തന്നെ ഇല്ല. അവസാനം ഞാൻ നോക്കി വന്നപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം, എൻ്റെ ലൊക്കേഷൻ മാറിയിരിക്കുകയാണ് ഗൈസ്. എൻ്റെ ലൊക്കേഷൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയിട്ട് കിടക്കുകയായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് കേട്ടോ. എന്താ വെച്ചാൽ ഞാനിടുന്ന വീഡിയോ എൻ്റെ ലോക്കൽ ലാംഗ്വേജിലാണ്. അപ്പോൾ ഇത് അവിടെ ഉള്ളവർക്ക് കണ്ടിട്ട് വല്ല പ്രയോജനമുണ്ടോ? അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്ന വ്യൂസ്, എനിക്ക് സാധാരണ ഒരു മണിക്കൂറിലൊരു 500 വ്യൂസ് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് കിട്ടുന്ന വ്യൂസ് 1 മണിക്കൂറിൽ 5 പോലും ഇല്ലായിരുന്നു. കാരണം ഇത് ഫീഡിൽ പോയാൽ തന്നെ ആരും കാണുന്നില്ല, എല്ലാവരും സ്വൈപ്പ് അവേ ചെയ്ത് പോവുകയാണ്. മനസ്സിലായി? നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ പോയി നോക്കിയാൽ കാണാമല്ലോ എത്ര പേര് കണ്ടു, എത്ര പേര് സ്വൈപ്പ് അവേ പറഞ്ഞ് ഒരു ഇതൊക്കെ കാണാം. നിങ്ങൾക്ക് എത്ര പേര് സ്വൈപ്പ് ചെയ്ത് പോയി എന്നൊക്കെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് സ്വൈപ്പ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയായി. കാരണം എൻ്റെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യുന്നില്ല യൂട്യൂബ്. അപ്പം ഞാൻ കുറേ റീസേർച്ച് ചെയ്തു. എനിക്ക് കിടന്നിട്ട് ഉറക്കമൊന്നും വന്നില്ല. കാരണം ഒരു കുഴപ്പമില്ലാതെ പോയിരുന്ന സംഭവമാണല്ലോ. ഈ ലൊക്കേഷൻ എങ്ങനെ മാറി? ആദ്യം എൻ്റെ ലൊക്കേഷൻ
അപ്പോൾ ഏതായിരുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് കേൾക്കുമ്പോൾ. ആദ്യം എൻ്റെ ലൊക്കേഷൻ ഇന്ത്യ തന്നെ ആയിരുന്നു. ഇതൊക്കെ ഞാൻ മുമ്പ് തന്നെ എല്ലാം റിസർച്ച് ചെയ്തിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയതും കാര്യങ്ങളും. ഞാൻ കുറേ കാലമായി യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ എൻ്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. എനിക്കെല്ലാം അത്യാവശ്യം ബേസിക് നോളേജൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എല്ലാം നോക്കിയിട്ടാണ് ചെയ്തത്, തുടങ്ങിയത് തന്നെ. മീൻസ് എൻ്റെ ലൊക്കേഷനൊക്കെ ഇന്ത്യ തന്നെ ആയിരുന്നു. എനിക്ക് ആ കാര്യത്തിലൊക്കെ നല്ല ഉറപ്പായിരുന്നു. ഞാൻ കാരണം ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, മിനിയാന്ന് ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ സൈൻ ഇൻ ചെയ്തു. അങ്ങനെ കിട്ടിയൊരു പണിയാണ് കേട്ടോ. അപ്പോൾ ബ്രൗസറിൽ ചിലപ്പോൾ എൻ്റെ ലൊക്കേഷൻ കിടക്കുന്നത് യുണൈറ്റഡ് കിങ്ഡം ആയിരിക്കും. അത് ഞാൻ കണ്ടില്ല. മീൻസ് നമ്മളാരും ലാപ്ടോപ്പ് തുറന്ന് സൈൻ ഇൻ ചെയ്യുമ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഏതാ കിടക്കണത് നമ്മൾ നോക്കില്ലല്ലോ. യൂഷ്വലി എല്ലാവർക്കും ഇന്ത്യ തന്നെ ആയിരിക്കും, ചിലർക്ക് ആയിരിക്കണം എന്നില്ല. എന്താ കാരണം എന്ന് എനിക്കും അറിയില്ല. പക്ഷേ ലാപ്ടോപ്പിൽ കയറിയപ്പോൾ എങ്ങനെയോ എൻ്റെ ലൊക്കേഷൻ യൂട്യൂബ് ഡിറ്റക്റ്റ് ചെയ്തിരിക്കുന്നത് യുണൈറ്റഡ് കിങ്ഡം ആയിട്ടാണ്. അത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല, എന്നാൽ അത് സംഭവിച്ചു. അപ്പോൾ ആ ഒരു ദിവസം ഞാനിട്ട വീഡിയോയ്ക്കാണ് ഇങ്ങനൊരു പണി കിട്ടിയത് കേട്ടോ. എനിക്ക് ഒരു വ്യൂസും തന്നെ വരുന്നുണ്ടായിരുന്നില്ല. ഷോർട്സ് ഫീഡിൽ എൻ്റെ ഒരു വീഡിയോസും യൂട്യൂബ് സാധാരണ ചെയ്യുന്ന പോലെ റെക്കമെൻഡ് ചെയ്തില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി. എനിക്ക് ഒരു വ്യൂവും വരുന്നുണ്ടായിരുന്നില്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് പോലും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ നോക്കി കണ്ടുപിടിച്ചതാണ് ഇത്. എൻ്റെ ലൊക്കേഷൻ മാറിക്കിടക്കുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഉടനെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്തു. എൻ്റെ ആ വീഡിയോ ഞാൻ ശരി പോട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ പിന്നിട്ട വീഡിയോ ആണ്, അല്ലല്ല, ലൊക്കേഷൻ ചേഞ്ച് ചെയ്യണതിന് മുമ്പ് തന്നെ ഞാൻ 2 വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ലൊക്കേഷൻ ചേഞ്ച് ആയിപ്പോയ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടു. അതിന് പിന്നെ മെല്ലെ മെല്ലെ ഒരു 450 വ്യൂസ് കിട്ടി. കാരണം അത് ഒരു പാട്ട് വെച്ചിട്ടുള്ള, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഭക്ഷണം ഉണ്ടാക്കണ ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷുകാരും ആണെങ്കിൽ പാട്ട് കേട്ടിരുന്നിട്ടുണ്ടാവും. ഞാൻ അതിലൊന്നും സംസാരിക്കണില്ലല്ലോ, അതുകൊണ്ട് അത് 450 വ്യൂസ് എത്തിയിട്ടോ. പക്ഷെ അടുത്ത ദിവസം ഞാൻ ചെയ്തൊരു വീഡിയോ, അതിന് കാണാൻ ആളെ ഇല്ല, അത് പോണേ ഇല്ല, അത് ആർക്കും റെക്കമെൻഡേഷനും വരില്ല, ഷോർട്സ് ഫീഡിലും പോകുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ പോയി കിടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ലൊക്കേഷൻ ചേഞ്ച് ചെയ്തതിന് ശേഷം ഇന്നിപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ മെല്ലെ 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 അത് കയറി വരുന്നുണ്ട്. എന്നാലും പഴയ ഒരു റീച്ചൊന്നും കിട്ടുന്നില്ല. അതിനി താമസം എടുക്കും. കാരണം എൻ്റെ വീഡിയോ അവിടെ റെക്കമെൻഡേഷനിൽ യുണൈറ്റഡ് കിങ്ഡമിൽ റെക്കമെൻഡേഷനൊക്കെ ആയിട്ട് പോകുമ്പോൾ, ഫീഡിൽ പോകുമ്പോൾ അവർ എന്തായാലും അത് സ്വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കുറേ സ്വൈപ്പ് ചെയ്ത് കളയലിന് ശേഷം എൻ്റെ വീഡിയോസൊന്നും റെക്കമെൻഡ് ചെയ്യാതെ ആയി യൂട്യൂബ്. കാരണം ഞാനിടുന്ന കണ്ടൻറ്റ് ഒന്നിനും കൊള്ളാത്തതാണെന്ന് യൂട്യൂബ് മനസ്സിലാക്കി. കാരണം അവർക്ക് എന്തായാലും എൻ്റെ കണ്ടൻറ്റ് കൊണ്ട് ഒരു ഉപകാരമില്ല, അത് യൂട്യൂബ് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ ഇടുന്നതെല്ലാം വേസ്റ്റാണെന്ന് യൂട്യൂബ് മനസ്സിലാക്കി, തെറ്റിദ്ധരിച്ചു, എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ അത് കാരണം തന്നെ എനിക്ക് വ്യൂസ് നന്നായിട്ട് കുറഞ്ഞു. ഇന്നിപ്പോൾ ഒരു വീഡിയോ ലൊക്കേഷനൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാം സെറ്റാക്കിയൊരു വീഡിയോ ഇട്ടപ്പോൾ മെല്ലെ അതിന് കുറച്ച് റീച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഒന്ന് ഡിവൈസൊക്കെ ചേഞ്ച് ആകുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങളൊന്ന് ലാപ്ടോപ്പിലൊക്കെ കയറാൻ പോകണമെങ്കിൽ ഒന്ന് താഴെ പോയി, ബ്രൗസറിൻ്റെ ഏറ്റവും താഴെ പോയാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കാണാൻ പറ്റും. ആ ലൊക്കേഷൻ ഏതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം സൈൻ ഇൻ ചെയ്യുക. ഇനി അബദ്ധവശാൽ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ കാണുന്ന പോലെ നിങ്ങളുടെ ഫോണിലാണെങ്കിൽ പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്ത് അതിൽ ജനറൽ എന്നുണ്ടാവും, ജനറലിനകത്ത് നിങ്ങളുടെ ലൊക്കേഷൻ എന്നുണ്ടാവും. അബദ്ധം പറ്റിയവരെന്തായാലും നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ പോയി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൽ ജനറൽ സെറ്റിങ്സ് ഉണ്ടാവും, അതിനകത്ത് ലൊക്കേഷൻ ഉണ്ടാവും. ലൊക്കേഷൻ നിങ്ങളുടെ മാറ്റുക, ഇന്ത്യ ആക്കുക കേട്ടോ. അതിനുശേഷം എല്ലാം അപ്ഡേറ്റ് ചെയ്ത ശേഷം മാത്രം ഇടുക. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ലൊക്കേഷൻ ചേഞ്ച് പോയ ശേഷം നിങ്ങൾ ഇടുന്ന വീഡിയോസിന് നിങ്ങൾ പ്രത്യേകം കീവേഡ്സും ടാഗ്സും ഒക്കെ നിങ്ങളുടെ ലോക്കൽ ലാംഗ്വേജസിലൊക്കെ ആക്കാൻ നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഇവിടുത്തെ ഈ അൽഗോറിതം അതിനെ മനസ്സിലാക്കുക. നിങ്ങൾ ഇടുന്ന ലാംഗ്വേജ്, ഇപ്പോൾ ഞാൻ കുറച്ച് ഇംഗ്ലീഷും കുറച്ച് മലയാളം മിക്സ് ചെയ്തിട്ടാണ് ടൈറ്റിൽ അടക്കം ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ അൽഗോറിതം തന്നെ ഡിറ്റക്റ്റ് ചെയ്തോളും നിങ്ങൾ ഈ ലൊക്കേഷനിൽ ഇരിക്കുന്ന ആളാണ്, ഇവിടുത്തെ ആൾക്കാർക്കാണ് നിങ്ങളുടെ വീഡിയോസ് ഉപകാരപ്പെടുക എന്നത് മനസ്സിലാക്കിക്കോളും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ കറക്റ്റായിട്ട് ലൊക്കേഷൻ ടാഗ് ചെയ്ത് കൊടുക്കുക. ലൊക്കേഷൻ എങ്ങനെ ടാഗ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഇനിയിപ്പോൾ യൂട്യൂബിൽ നിന്നാണെങ്കിൽ മാനേജ് വീഡിയോസ് എന്ന് പറഞ്ഞൊരു സംഭവം കാണാം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ മാനേജ് വീഡിയോസിൽ പോയിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവും, 3 ഡോട്ടൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ഓപ്ഷനിൽ പോകുമ്പോൾ
നിങ്ങൾക്ക് കാണാൻ പറ്റും ലൊക്കേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ലൊക്കേഷനാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ലൊക്കേഷനിൽ പോയി ഞാൻ കൊടുത്തു കേരള എന്നാണ് കേട്ടോ കൊടുത്തത്. അങ്ങനെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം, ഏത് ലാംഗ്വേജിലാണോ ചെയ്യണം അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും കേട്ടോ. എൻ്റെ ഇപ്പം മെല്ലെ ബെറ്റർ ആയിട്ട് വരുന്നു. നന്നായിട്ട് ചേഞ്ച് ആയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എന്നാലും ഇന്നലത്തെ മിനിഞ്ഞാന്നത്തൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് ആൾക്കാർ കാണുന്ന അനുസരിച്ച് റെക്കമെൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം ആദ്യം ആരും കണ്ടിരുന്നില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ആൾക്കാർ കാണുന്ന അനുസരിച്ച് ഫീഡിൽ റെക്കമെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. എല്ലാവരും സുഖമായിട്ടിരിക്കുക. ടേക്ക് കെയർ. ടാറ്റാ.